ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അങ്ങനെ നമുക്ക് എന്താ പറയുക എപ്പിക് പാക്കുകളൊന്നും വന്നില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ റുമനിങ്ങിന്റെ പാക്കിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനൊന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് ഇന്നും റുമനിങ്ങിന്റെ പാക്ക് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലൊക്കെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് എന്താ പറയുക അതുപോലെ തന്നെ മാനേജറിന്റെ പാക്ക് ആയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നല്ലൊരു പാക്കാണ്. കാരണം ഓൾറെഡി ഞാൻ അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ലംബാർഡിന് നല്ല അടിപൊളി ഒരു മാനേജർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ആയിട്ട് കിടക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമേ കാണാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസ് സ്ക്വാഡ് നമ്മൾ ഏറ്റവും കളക്റ്റീവ് സ്ട്രെങ്ത്തെ കുറച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ബേസ് സ്ക്വാഡ് ആക്കിയിട്ട് നിങ്ങൾ ഇടുക. ഞാൻ എന്തായാലും നമ്മുടെ 3 പൊസിഷൻ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മൾ ബേസ് ടീം നമ്മുടെ ജർമ്മനിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ ഇപ്പോൾ 242 കോയിനാണ് ഉള്ളത്. ജർമ്മനിയാണ് നമ്മുടെ ടീമും അതുപോലെ തന്നെ നമ്മുടെ മാനേജർ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ഇതും കൊണ്ട് മേടിക്കാവുന്നേ ഉള്ളൂ. ജർമ്മനി മാനേജർ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ട്രിക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിൽ ഒരു പ്രോയ്ക്ക് നമ്മുടെ മെത്തീസിനെ ആയാലും പിന്നെ നമ്മുടെ ഒലിവർ ഖാനെ ആയാലും കിട്ടിയിട്ടുണ്ട്. റൊമിനിങ്ങിനെ കുറച്ച് പേർക്ക് കിട്ടി ഫസ്റ്റ് ട്രൈ തന്നെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക ഇതേ ട്രിക്ക് തന്നെ നിങ്ങളുടെ നമ്മുടെ ആനിമീൻ്റെ അതിനകത്തും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി നിങ്ങൾക്കറിയാം ഇപ്പോൾ കുറച്ച്. അതുപോലെ തന്നെ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലുള്ള ഇന്നിപ്പോൾ ഈ പാക്ക് വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറേ പേര് ആ പാക്ക് എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മളിത് ഇനിയിപ്പോൾ 2 ദിവസം കൂടി ഇതേ ഉള്ളൂ എപ്പിക്കിൻ്റെ ജർമ്മനി പാക്ക്. വ്യാഴാഴ്ച എന്തായാലും കേസ് നമ്മുടെ മാനുവൽ എത്തുന്നതാണ് ഉറപ്പായിട്ടും കമന്റ് എന്താ പറയുക വന്നിട്ടുണ്ട്. ഏകദേശം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. മാനുവൽ മിക്കവാറും നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച എത്തുന്നതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് നമ്മുടെ കായ് അവാർഡ്സിന് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ ഗൈസ് ഞാൻ എന്താ 242 കോയിൻ എൻ്റെ ഉണ്ട്. ഞാൻ ഈ അടുത്ത ട്രൈ നടത്താൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൂമിനിങ് ഉണ്ട്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ആണ് ഞാൻ എന്താ പറയുക നമ്മുടെ കായ് അവാർഡ്സിന് എടുക്കുന്നു. ഇതേപോലെ ചെയ്യാട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മളിതാ ജസ്റ്റ് നമ്മുടെ ഒലിവർ ഗോളിന് എടുക്കുന്നു, ജസ്റ്റ് ജിക്കാണ്. അതിനുശേഷം ഗൈസ് ഞാനിതാ നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടിയിൽ എന്താ പറയുക റോബർട്ട് ആൻഡ്രിച്ച് ഉണ്ട്. ഓക്കെ, DMF പ്ലെയർ അവനെ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ ഗൈസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിക്ലാസ് ഫുൾ അവനെ എടുക്കുന്നു, CF പ്ലെയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര എടുത്തു. ഏകദേശം ഡെന്നിസ് മുണ്ടവിനെ എടുത്തതിന് ശേഷം CF ആണ് 80 ഉള്ളൂ. അവനെ എടുത്തതിന് ശേഷം ഓക്കെ നമ്മൾ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു. എന്തായാലും ഗൈസ് ഇത് എല്ലാവർക്കും അടിക്കുന്ന ഒരു ട്രിക്കാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് എന്താ പറയുക തൊട്ടടുത്തുള്ള ഒരു പ്ലെയറിനെയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ട്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നു. എന്തായാലും ഗൈസ് നമുക്ക് ഇനിയും ലോഗിമോൺസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അതിന് ശേഷം ഞാനിതാ ഫസ്റ്റ് ട്രൈ തന്നെ 100 കൊടുക്കാൻ പോകണം. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എപ്പിക് ഓർണോട് നമ്മളിപ്പോൾ നോക്കാം ഗൈസ്. ഇറ്റ്സ് ബേസ് ആണ് ഇവിടെ, പക്ഷെ ഉള്ളിൽ പച്ചയുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, സംഭവം എനിക്ക് തോന്നുന്നു അടുത്തുള്ള ആരോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. കാരണം എനിക്ക് തൊട്ടടുത്തുള്ള ആരോ കിട്ടിയത്. എടാ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു പ്ലെയറിനാണ് കിട്ടിയത്. നമ്മുടെ ഗോളിൻ്റെ അടുത്ത് നിക്കോനെയാണ് കിട്ടിയത്, CB നിക്കോനെയാണ് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ടും ഗൈസ് നിങ്ങൾക്ക് ആരെ കിട്ടിയത് വെച്ച് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ബ്രോ നമ്മളോട് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അവൻ റൂമിനിങ് ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏത് പ്ലെയർ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് നമുക്ക് തൊട്ടടുത്തല്ല കിട്ടിയ മറ്റേ ഒലിവർ ഇതിൻ്റെ അടുത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ലൈവ് ആയാലും അടുത്തൊരു വീഡിയോ ആയാലും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.